ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം വൺ ബൈ വൺ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പം അത് തന്നെ ഉള്ളത് കുറച്ചൊക്കെ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സും പിന്നെ നമ്മളായിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ കമൻസ് ത്രൂ ഇങ്ങനെ കുറേ കമൻസോ അങ്ങനെയൊന്നും കാണൂല. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ സ്റ്റേറ്റസ് കാണുമ്പോഴും പിന്നെ വീഡിയോ കാണുമ്പോഴൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ എങ്ങനെയാ പോയത്, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ നമ്മളെങ്ങനെയാണോ, പാക്കേജ് ആണോ, നമ്മൾ എത്ര ആൾ പോയിട്ടുണ്ടായിരുന്നോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ മലേഷ്യൻ ട്രിപ്പ് തുടങ്ങിയ സമയത്ത്, അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത്. അപ്പം അതിനുശേഷം നമുക്ക് വീണ്ടും കുറേ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അവർക്ക് വേണ്ടി പറയുകയാണ്. എൻ്റെ പേര് ഡോക്ടർ ഫർഹാന. ഞാൻ ഡെൻറ്റിസ്റ്റാണ്. ഞാൻ 13 ഇയേഴ്സായിട്ട് ഡെൻറ്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യാണ്. പിന്നെ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞാൻ കോസ്മെറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ കാലിക്കറ്റ് സ്വന്തമായിട്ട് ക്ലിനിക്കാണ്. അപ്പം അങ്ങനെയാണ് പ്രൊഫഷണലി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ മലേഷ്യയിലേക്ക് പോയ സമയത്ത് എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ആ ഒരു സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഐഫോൺ വാങ്ങിക്കുന്നത്. ഐഫോൺ വാങ്ങിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കോസ്മെറ്റോളജി പ്രാക്ടീസും കൂടെ തുടങ്ങിയപ്പം നമ്മൾ ഈ പിക്ചേഴ്സ് ഒക്കെ എടുക്കുമ്പം, അതായത് പേഷ്യൻ്റ് ആ ഒരു ഡിഫറൻസ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രീ ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ പിക്ചേഴ്സ് പ്രീ പോസ്റ്റ് ഒക്കെ ക്ലിക്ക് ചെയ്യണം. അപ്പം അതിന് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഐഫോണാണ്. അങ്ങനെയാണ് ഞാനൊരു ഐഫോൺ വാങ്ങിക്കുന്നത്. പക്ഷേ ഐഫോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഫോട്ടോ എടുക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഫോണായിട്ട് മാറി. അപ്പം എന്തുകൊണ്ട് ഞാനിങ്ങനെ ട്രാവലിംഗ് ഒക്കെ പോകുമ്പം കുറച്ച് വീഡിയോസ് എടുത്തുവിടാൻ തോന്നി. അങ്ങനെയാണ് ഞാൻ മലേഷ്യൻ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ഫോൺ എൻ്റെ കൂടെ കയ്യിലെടുത്ത് ഞാനങ്ങനെ വീഡിയോസ്, എനിക്കറിയില്ല, യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് അല്ല ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോസ് എടുത്തിട്ട്. ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ടെക്നിക്കൽ സൈഡ് എനിക്ക് അത്ര ഒന്നും അറിഞ്ഞുകൂടാ. എഡിറ്റിങ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അങ്ങനെ മലേഷ്യയിൽ പോയപ്പം നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളും ഇത്ര ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും എല്ലാ സ്ഥലത്തുനിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന ശേഷം നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു ഇങ്ങനെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ഒരു ചാനൽ തുടങ്ങിയാലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫൈൻ ഫറ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണതും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ചാനൽ തുടങ്ങാന്ന് അറിയില്ല, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളും അറിയില്ല. ഐഫോൺ ഉണ്ട്, അതിലെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അത് ഏത് മാഗ്നിഫിക്കേഷനിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഒട്ടും അറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പം കുറേ വീഡിയോസ് ഉണ്ട്, നമ്മൾ പോയിട്ടുള്ള എല്ലാ സ്ഥലവും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാൻ ഐഫോൺ ഇപ്പുറത്തെ കയ്യിലും എൻ്റെ ഫോൺ ഇപ്പുറത്തെ കയ്യിലും പിടിക്കും. എന്നിട്ട് എല്ലാം യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും, നോക്കും ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ, പിന്നെ ഹൗ ടു ഡു എഡിറ്റിംഗ് ഇൻ ഐഫോൺ, അങ്ങനെ എല്ലാം സെർച്ച് ചെയ്തു. അപ്പം അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഏകദേശം ഐഫോണിൻ്റെ ക്യാമറ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി നോക്കി പഠിച്ചു. കുറേ വീഡിയോസ് കാണും, അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അതിലേതാ ബെസ്റ്റ് നോക്കും. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു യൂട്യൂബിലേക്കുള്ളൊരു സ്റ്റാർട്ടിങ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാനിങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുണ്ടോ അതൊക്കെ ആദ്യം നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി വെറുതെ ആണ്, അതിലൊരു കാര്യമില്ല. എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാനിങ്ങനെ ഇടുന്നതേ ഉള്ളൂ. അപ്പം അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ലക്ഷദ്വീപ് പ്ലാൻ ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, കാരണം ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ പോകുന്നതല്ലേ. മുന്നേ ഞാൻ ഗുജറാത്തിൽ പോയിട്ടുണ്ട്, ജയ്പൂരിൽ പോയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ചെറിയ ബിസിനസ്സും കൂടെ ചെയ്യുന്നുണ്ട്.
ഒക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ഒരു വീവേഴ്സ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എനിക്ക് ഡ്രസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കുക, പിന്നെ ഇവിടെ സെയിലാക്കുക, അങ്ങനെ ഡ്രസ്സിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ഡ്രസ്സിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയതാണ്. അപ്പോൾ അതിന് എൻ്റെ കൂടെ എനിക്ക് 2 പാർട്ട്നേഴ്സും ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2 ആളുകളാണ്. അപ്പോൾ അവരും ഉണ്ട് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഗുജറാത്തിൽ സൂറത്തിലാണ് ഫസ്റ്റ് പോയത്. കാരണം ഡ്രസ്സിൻ്റെ ഒരു ലോകമാണല്ലോ അത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സൂറത്തിൽ പോയി. അത് നമ്മൾ 3 പേരും ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മളങ്ങനെ ഫസ്റ്റ് പോയത് സൂറത്തിലാണ്. പിന്നെ നമ്മൾ പോയത് 3 പേരും കൂടെ പോയത് കഴിഞ്ഞ ജാനുവരിയിൽ ജയ്പൂരിൽ പോയി. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ജയ്പൂരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് കാണേണ്ട സ്ഥലങ്ങളാണ്. അടിപൊളിയാണ്. പക്ഷെ ആ സമയത്തൊന്നും ഞാനിങ്ങനെ എനിക്ക് ചാനലോ അല്ലെങ്കിൽ വ്ളോഗിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ പോകുമ്പോൾ ഞാൻ ഫുൾ സെറ്റായിട്ടാട്ടോ പോയത്. അപ്പം കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ മിസ് ഔട്ടായി പോകണ്ട വിചാരിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചതാണ്. എൻ്റെ മലേഷ്യയിൽ പോയിട്ടുള്ള ആ ഒരു വീഡിയോസ് ഇല്ലേ, അതിൻ്റെ വ്ളോഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മാത്രമല്ല ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ ഗ്രാജുവലി ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്താണോ എങ്ങനെയാണോ ഞാൻ നോർമലി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് ഞാനിപ്പം വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഈസിനെസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ കൂടെയാണ് പോയത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ അങ്ങനെ ഒരു പാക്കേജൊക്കെ എടുത്തിട്ട് നമ്മൾ പോണത്. പിന്നെ മലേഷ്യ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പരിചയമുള്ള സ്ഥലങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ അവിടെ പോയാൽ അവിടുത്തെ ട്രാവലിംഗ് ഫുഡ്, പിന്നെ നമ്മൾ 1-2 ആളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാക്കേജിൻ്റെ വലിയ ആവശ്യമില്ല. പക്ഷെ നമ്മൾ മലേഷ്യയിൽ പോയ സമയത്ത് നമ്മൾ 8 പേരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാക്കേജ് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫസ്റ്റ് ടൈം മലേഷ്യയിലേക്കാണ് പാക്കേജ് എടുത്തിട്ട് പോകുന്നത്. അതും ഈ ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ കൂടെയാണ് പോയത്. അത് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ലൈക്ക് 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിലേക്ക് ഇതുപോലെ ഗ്രൂപ്പായിട്ടുള്ള പാക്കേജ് ഇല്ല കേട്ടോ. അതായത് അന്ന് നമ്മൾ മലേഷ്യയിലേക്ക് പോകുമ്പോൾ നല്ല അത്യാവശ്യം വലിയൊരു ഗ്രൂപ്പായിരുന്നു. എക്സാക്ട്ലി ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് എനിക്ക് തോന്നുന്നു 40 to 50 അത്ര ആൾ നമ്മൾ ഉണ്ടായിരുന്നു. അത്രയും പേരുണ്ടായിരുന്നു. ഇത് നമുക്ക് അങ്ങനെയല്ല. ലക്ഷദ്വീപിലേക്ക് നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് തന്നതാണ്. അവർ ഈ ഒരു പാക്കേജ് സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 30,000 ആണ്. 30,000 ഇൻക്ലൂഡിങ് ടിക്കറ്റ് ഫെയർസ് ആട്ടോ. യൂഷ്വലി ഇങ്ങനെ പാക്കേജസ് പറയുമ്പം ടിക്കറ്റ് ഫെയർസ് അവർ എക്സ്ക്ലൂഡിങ് ആക്കുക. അതായത് പാക്കേജ് പ്ലസ് ടിക്കറ്റ് ഫെയർ എടുക്കും. കാരണം ഫെയർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതല്ലേ. പക്ഷെ നമുക്ക് ഇൻക്ലൂഡിങ് ടിക്കറ്റ് ഫെയർ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 30K ആണ്. പിന്നെ നമ്മളെ കൂടെ 3 പിള്ളേരാണുള്ളത്. 3 കിഡ്സ് ആയിരുന്നു. അവർക്ക് 24 ആണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ടിക്കറ്റ്സ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ടിക്കറ്റ് ബുക്ക് ചെയ്താട്ടോ. നമ്മൾ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അത് അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 12,000 ആണ് ആയിട്ടുള്ളത്. എല്ലാവർക്കും 12,000, കിഡ്സ് അടക്കം നമുക്ക് ഓരോരുത്തർക്കും 12,000. പിന്നെ അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് ആക്ടിവിറ്റീസ് ആണ് ബാക്കി. അപ്പം അതിലും അവർ ചെറിയ ഡിസ്കൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്, PCC ആണ്. അത് ആക്ച്വലി അഡൾട്ട്സിന് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് 18+ മാത്രമേ ഉള്ളൂ. അതിന് താഴെയുള്ള, കാരണം നമ്മളെ കൂടെ 3 മക്കളായിരുന്നു. 12 year, 10 year, പിന്നെ 6 years.
അപ്പോൾ അവർക്ക് 3 പേർക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 18 അബവ് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും. എനിവേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെർ പേഴ്സൺ വരുന്ന ഒരു ചാർജ് എന്ന് പറഞ്ഞത് 600 ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അക്ഷയയിൽ പോവുക. ഇങ്ങനെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അക്ഷയ ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് വിത്തിൻ 10 to 15 days ആണ് പറയുന്നത്. അതായത് വിത്തിൻ 2 weeks നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഇവിടെ എന്തെങ്കിലും കേസുമായിട്ട് ഇരിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും വേറെ കേസുകളോ കാര്യങ്ങൾക്കോ ജാമ്യം നിൽക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം അവർ നമ്മളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് ക്ലിയറൻസ് ചെയ്യും. പിന്നെ അതല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് വരും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷനൊക്കെ കിട്ടുള്ളൂ. പിന്നെ അവിടെ ലക്ഷദ്വീപിൽ നമുക്ക് സ്പോൺസേഴ്സ് ആരെങ്കിലും വേണം. എന്നാൽ മാത്രമേ ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടിക്കറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് മസ്റ്റാണ്. റിട്ടേൺ ടിക്കറ്റ് നമ്മൾ, കാരണം അവിടെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലൈറ്റ്സ് ഫുള്ളായിരിക്കും. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഉള്ള ഫ്ലൈറ്റ്സ് എല്ലാ സമയത്തും ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കൽ മസ്റ്റാണ്. അതില്ലാണ്ട് നമുക്ക് പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ വരുന്നത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് നമ്മളെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റാണ്. അപ്പം അതത്ര കോമൺ ഒന്നുമല്ല. ഞാൻ ആദ്യമായിട്ടാണ് അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടൈമിങ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത്. കാലിക്കറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ഫ്ലൈറ്റ്സും കാലിക്കറ്റിൽ നിന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നേരെ മറിച്ച് കൊച്ചിയിൽ നിന്ന് എല്ലാ ഫ്ലൈറ്റ്സും ചീപ്പറാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിന്ന് നമ്മൾ രാവിലെ 9 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഏകദേശം ഒരു 10:30 ഒക്കെ ആയപ്പം ലക്ഷദ്വീപിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അതൊരു കുഞ്ഞു ഫ്ലൈറ്റാണ്. ഒരു എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 70 ആൾ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റാണ്. പിന്നെ അപ്പോൾ മോർണിംഗ് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഡെയിലി അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റ് മോർണിംഗ് 9 o'clock കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പം ഈ ഫ്ലൈറ്റ് അവിടെ എത്തുന്നതെന്ന് പറഞ്ഞാൽ മോർണിംഗ് 10:30 നമുക്ക് റിട്ടേൺ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 2 o'clock അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ ആരും അങ്ങനെ അഗത്തിയിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്താലും അത് കാണിക്കുക, അതിൻ്റെ ഒരു ഫ്ലൈറ്റ് ടൈമിംഗ് കാണിക്കുക 2 o'clock ബട്ട് അത് 2 o'clock ആയിരിക്കില്ല നിങ്ങളുടെ ഫ്ലൈറ്റ്. നിങ്ങളെല്ലാവരും ഫ്ലൈറ്റ് മോർണിംഗ് 10:30 തന്നെ ആയിരിക്കും. ബിക്കോസ് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ കൂടെ മൈസൂരിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ 2 o'clock ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഷെഡ്യൂൾ പ്രകാരം കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്നും നേരെ മൈസൂരിലേക്ക് ബസ്സോ അങ്ങനെ എന്തോ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് റിട്ടേൺ വരുന്നതിൻ്റെ ജസ്റ്റ് തലേ ദിവസമാണ് അവർക്ക് ഈ ഒരു ന്യൂസ് കിട്ടിയത്. ഫ്ലൈറ്റ് അറ്റ് മോർണിംഗ് 10:30 ഉച്ചയ്ക്ക് 2 മണിക്ക് അല്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ എയർപോർട്ട് അതോറിറ്റി പിന്നെ മാനേജറൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഫ്ലൈറ്റ്, അതായത് നമുക്ക് റിട്ടേൺ വരാനുള്ള ഫ്ലൈറ്റ് മോർണിംഗ് 10:30 തന്നെയാണ് അവിടുന്ന് ഉള്ളത്. പക്ഷെ അവരുടെ സോഫ്റ്റ്വെയറിൽ ഈ ഒരു ടൈം അപ്ഡേറ്റഡ് ആയിട്ടില്ല. അത് കഴിഞ്ഞ് 4 years ആയിട്ട് അങ്ങനെയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളും ഫ്ലൈറ്റ് 2 o'clock എന്നായിരിക്കും കാണിക്കുക, ബട്ട് മോർണിംഗ് 10:30 നമ്മുടെ ഫ്ലൈറ്റ് റിട്ടേൺ വരുന്നത് ഉണ്ടാവുക ഫ്രം അഗത്തി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
പിന്നെ ഇനി നമുക്ക് അവിടെ എത്ര ദിവസം സ്പെൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കിട്ടിയത് തേഴ്സ്ഡേ ആണ് നമ്മൾ ഇവിടുന്ന് പോയത്. അപ്പം തേഴ്സ്ഡേ നമ്മൾ 10:30ക്ക് അവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് ലഞ്ചൊക്കെ കഴിച്ച് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് പിന്നെ അവിടെ അന്നത്തെ ഒരു ദിവസം അഗത്തി സൈറ്റ് സീയിങ് ആണ്. അഗത്തി എന്ന് പറഞ്ഞാൽ ആകെ ഒരു 7 കിലോമീറ്റർ ഉള്ളൂ ആ ഒരു ഫുൾ ഐലൻഡ്. അപ്പോൾ അവിടെ ഇത്തിരി സൈറ്റ് സീയിങ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഹാഫ് ഡേ മതി. അപ്പം തേഴ്സ്ഡേ ഹാഫ് ഡേ, പിന്നെ ഫ്രൈഡേ സാറ്റർഡേ കഴിഞ്ഞു 2 ദിവസം. 2.5 days നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളൂ. പിന്നെ സൺഡേ ആണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ സൺഡേ മോർണിംഗ് നമ്മൾ വെറുതെ അഗത്തിയിലൊക്കെ ഒന്ന് നടന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടൈം പ്രീപോൺ ആയി എന്നുള്ള ഒരു ന്യൂസ് തലേ ദിവസമാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ എല്ലാം ഒരു ഹരിബറി ആയിപ്പോയി. അപ്പം നിങ്ങളങ്ങനെ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 full days ഉണ്ടായ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. ഒരു 3 full days, അതായത് ഇപ്പം നമ്മൾ തേഴ്സ്ഡേ പോവുകയാണെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ തിരിക്കുന്ന പോലെ ആണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 3 days എന്തായാലും പ്ലാൻ ചെയ്താൽ ഒരു റിലാക്സ് മോഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, ആക്ടിവിറ്റീസ് ഒന്നും പ്ലാൻ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 2.5 days is more than enough. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളതെന്ന്. അപ്പോൾ ഫസ്റ്റത്തെ ഡേ എന്ന് പറഞ്ഞാൽ അവിടെ അഗത്തി ആ ഒരു ഏരിയ വിസിറ്റ് ചെയ്യുക. അവിടെ ഒരു ചെറിയ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് വിസിറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ദിവസം ഇപ്പം നമ്മളെ ഒരു ഇതിൽ നമ്മളെ ഐറ്റിനറിയിൽ നമുക്ക് ബംഗാരം ഐലൻഡ് വിസിറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബംഗാരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡാണ്. അത് ഇതുപോലെ ടൂറിസ്റ്റുകൾക്കും ഒക്കെ ആയിട്ട് അവർ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം അത് കംപ്ലീറ്റ്ലി അവർ അവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും എല്ലാവർക്കും അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണുള്ളത്. ഓൺലി ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസ്റ്റുകൾക്ക് മാത്രമേ അങ്ങോട്ട് പെർമിഷനുള്ളൂ. സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്താൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ആ ഒരു ബംഗാരം ഐലൻഡ് വിസിറ്റ് എന്നുള്ളത് ശരിക്കും ഫ്ലോപ്പായി. മാത്രമല്ല അതിൻ്റെ അടുത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാൻഡ് ഡ്യൂൺ ഉണ്ട്. ആ സാൻഡ് ഡ്യൂണിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ നമ്മൾ സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കണം, എന്നാലേ നമ്മളെ ബോട്ടിൽ അവിടം വരെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയൊക്കെയോ ഒരു പെർമിഷനൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ആ സാൻഡ് ഡ്യൂൺ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. പിന്നെ ഉള്ളത് കയാക്കിംഗ് ആണ്. കയാക്കിംഗ് ഇസ് വെരി നൈസ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈവനിങ്ങിലാണെങ്കിൽ ഒന്നും കൂടെ നന്നാവും. രാവിലെ ആവുമ്പോൾ നല്ല വെയിലാണ്, നമ്മൾ എക്സോസ്റ്റഡ് ആവും. പകലാണെങ്കിൽ നമ്മൾ ചെയ്തത് മോർണിംഗിലായിരുന്നു. പക്ഷേ ഈവനിങ് ഒരു 3 o'clock അല്ലെങ്കിൽ 3:30 4 o'clock ഒക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം അത് ചെയ്യാത്തവർക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ഇനി ഒന്നുമില്ല, തുഴയാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാലും അതൊരു എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഓരോ സമയത്തും ഓരോ ഭംഗിയാണ്. പല സമയത്തും ഒരേ സ്ഥലം തന്നെ പല സമയത്തും പല രീതിയിലാണ് ആ ഒരു ലുക്ക് ഉണ്ടാവുക. അപ്പം അത് ഭയങ്കര അട്രാക്റ്റീവ് ആട്ടോ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബോട്ടിംഗ് ആണ്. ഇതുപോലെ നമ്മളൊരു ഫാമിലിക്കായിട്ട് ഒരു ബോട്ട് ഉണ്ടാവും, അതിൻ്റെ അടിയിലൊരു ഗ്ലാസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഇങ്ങനൊരു ഹാഫ് ഡേ ഉണ്ട് കേട്ടോ. ഗ്ലാസ് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമൊന്നുമല്ല. ഈ ഗ്ലാസ് ബോട്ടിൽ കയറിയിട്ട് നമ്മൾ വേറൊരു ആളുകളൊന്നും ഇല്ലാത്തൊരു ഐലൻഡിലേക്ക് പോയി, എന്നിട്ട് അവിടെ ഒന്ന് ഫുൾ ഐലൻഡൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിൽ തന്നെ തിരിച്ചു വന്നു. ഭയങ്കര രസമാട്ടോ. ഈ ലഗൂൺ ബീച്ചിലൂടെ പോകുമ്പോൾ വലിയ വലിയ ഈ ടോട്ടോയ്സും അതിനൊക്കെ കാണും. അപ്പം ഭയങ്കര രസമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഈ 2 പേര് കപ്പിൾസായിട്ട് പോകില്ലേ, അതിൽ അത്ര രസമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് നമ്മൾ വലിയ ഫാമിലി ലൈക്ക് 10 ആൾ 12 ആൾ 7 ആളൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. കുട്ടികൾ വേണം, എന്നാലേ ഒരു എൻജോയ്മെൻ്റ് ഉള്ളൂ. പിന്നെ ഇതിനൊന്നും സ്വിമ്മിങ് അറിയണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഒന്നാമത് സീ വാട്ടർ ആണ്. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൽ നമ്മൾ ഡ്രൗൺ ആവില്ല. കാരണം അതിലെ ഉപ്പിൻ്റെ
സോൾട്ട് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഡെൻസിറ്റി ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഉപ്പുവെള്ളത്തിൽ നമ്മൾ പെട്ടെന്ന് താവൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സ്വിമ്മിങ് അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അടിപൊളിയാണ്. പിന്നെ ഈ ലഗൂൺ ബീച്ചസ് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാം, കളിക്കാം. ഇന്ന സമയം എന്നൊന്നും ഇല്ല കേട്ടോ. അത് അവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മളിങ്ങനെ വിചാരിക്കും ഇനി വെള്ളത്തിലേക്കുണ്ടോ, ഇനി ഇറങ്ങണോ വേണ്ടെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എപ്പോൾ ഇറങ്ങണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല. കാരണം ലഗൂൺ ബീച്ച് ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അധികം ഉണ്ടാവുക. പിന്നെ നമ്മൾ ചെയ്തൊരു ആക്ടിവിറ്റി സ്നോർക്കലിംഗ് ആണ്. സ്നോർക്കലിങ്ങും അടിപൊളിയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊരിക്കലും നമ്മൾ ഡിസിഷൻസ് എടുക്കരുത്. കാരണം അത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഭയങ്കര മിസ്സായിരിക്കും. കാരണം എല്ലാ ബീച്ചസും സെയിം അല്ല. നമ്മളെ കാലിക്കറ്റ് ബീച്ച് പോലെയല്ല ലക്ഷദ്വീപിലെ ബീച്ച്. അവിടെ വാട്ടർ ഭയങ്കര ക്ലിയർ ആണ്. അവിടുത്തെ ലഗൂൺ ബീച്ചാണ്. പിന്നെ അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് ഈ ബീച്ചുകൾക്കൊക്കെ. അങ്ങനത്തെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ സ്നോർക്കലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റുമോയെന്ന്. ശരിക്കും നമുക്കൊരു ഗോഗിൾസ് ഇട്ട് തന്നിട്ട് ഒരു കോർക്ക് പോലത്തെ ഒരു സാധനം കടിച്ചു പിടിക്കാൻ തരും. അതിനോട് കണക്ഷൻ ആയിട്ടൊരു പൈപ്പ് ഉണ്ടാവും. അത് വെള്ളത്തിൻ്റെ മുകളിലേക്ക് എയറിലേക്കാണ്. അപ്പം നമുക്ക് ബ്രീത്തിങ് എടുക്കാൻ പറ്റുക വായക്കൂടാണ്. പക്ഷെ അതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ ഭയങ്കര ഈസിയാണ്. നമ്മൾ ആ ഒരു ഗോഗിൾസ് വെച്ച് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളെ കിളി പോകും. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടിയിൽ കാണുക. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ലാൻഡിൽ നമ്മൾ എന്തൊക്കെ വണ്ടേഴ്സ് കാണുന്നത്, അതിലും അപ്പുറമുള്ള വണ്ടേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ കടലിൻ്റെ അകത്തുള്ളത്. അപ്പം അത് മിസ്സാക്കരുത് ഒരിക്കലും. അവിടെ പോയിട്ട് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മിസ്സാക്കരുത്. പിന്നെ നമ്മൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഇത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അതാണ് നൈറ്റ് ഫിഷ് ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. ഞാൻ സ്കൂബ ഡൈവിങ്ങിലേക്ക് ഞാൻ വരാം. അപ്പം ഒരു നൈറ്റ് ഫിഷ് ഹണ്ടിങ്. അപ്പോൾ ഇത്രയും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബംഗാരം ഐലൻഡ് വിസിറ്റ്, കയാക്കിംഗ്, ഗ്ലാസ് ബോട്ടിങ്, സ്നോർക്കലിംഗ്, നൈറ്റ് ഫിഷ് ഹണ്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പാക്കേജിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ഫിഷ് ഹണ്ടിങ്ങിന് നമ്മൾ പോയ സമയത്ത് നമ്മൾ രാവിലെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വീണ്ടും ഈ ഫിഷ് ഹണ്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ ഫിഷ് ഹണ്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നാച്ചുറലി അവരാരെങ്കിലും ഫിഷ് ഹണ്ട് ചെയ്ത് കൊണ്ടുവരും. പിന്നെ ഈ ഹണ്ട് ചെയ്യാന്ന് പറയുമ്പോഴും നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ എങ്ങനെയാണെന്നൊന്നും. അവർ പറഞ്ഞ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നോർമൽ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഫിഷ് കിട്ടുമോ ഇല്ലേന്ന് ഉറപ്പില്ല. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഫിഷ് കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോർഡിനേറ്റർ നൈറ്റ് ഫിഷ് ഹണ്ടിങ് ഇൻക്ലൂഡ് ചെയ്തത്. എന്തായാലും ഫിഷ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്താണ് ഏതാണ്. നമ്മൾ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ ബോട്ടിൽ കയറി ഇരിക്കാൻ തന്നെ നമുക്കൊരു മടി. കാരണം ചെറുതായിട്ടൊരു എന്തൊക്കെയോ ഒരു ഫിഷിൻ്റെ സ്മെല്ല്, പിന്നെ വെള്ളമുണ്ട്, സാൻഡ് ഉണ്ട്. ബോട്ടിലൊക്കെ കയറി ഇരിക്കുമ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സൊന്നും ഇട്ട് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ നോർമലി വെയർ ചെയ്യണ അല്ലെങ്കിൽ ട്രാക്ക് പാൻസ്, ടീഷർട്ട്സ്, അതൊക്കെയാണ് അവിടെ ഏറ്റവും നമുക്ക് ബെസ്റ്റായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നത്, ഈസി ആയിട്ടുള്ളത്. ബോട്ടിലേക്ക് കയറാനോ ഇറങ്ങാനൊക്കെ അതാണ് ഈസി. അപ്പോൾ നമ്മളിതുപോലെ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഇപ്പം ഈ ഷോറിന് കുറച്ചുള്ളോട്ട് പോകണം. അതായത് എവിടെയാണ് ഫിഷിനെ നമുക്ക് കിട്ടുക എന്നുള്ളത് അവർക്കാണ് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇവർ ടോർച്ചൊക്കെ പിടിച്ചിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ബോട്ടിലുണ്ട്, കുറേ പേരുണ്ട് കേട്ടോ ബോട്ടിൽ ഹണ്ട് ചെയ്യാനുള്ള ആളുകളുണ്ട്. നമ്മൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ബോട്ടിൽ കയറിയിരുന്ന് കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്കിനും ചെറിയ മോള് അമ്രൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാനിങ്ങനെ ഡ്രൗസി ആയിട്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫിഷ് കഴിക്കൂല, ഞാൻ ഒരു ഫിഷും കഴിക്കൂല. അപ്പം ഈ ഫിഷ് ഹണ്ട് ചെയ്തിട്ട് അതിനെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ വെറുതെ വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ എന്തായാലും ഇത് കഴിക്കൂല. പിന്നെ ഇപ്പം ഇത്ര കാണാനുള്ളത്, ഈ വലയിട്ട് പിടിക്കുന്നതും അതുപോലെ ചൂണ്ടിട്ട് പിടിക്കുന്നതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടില്ലേ.
അതുപോലെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ ബോട്ട് നിർത്തിയിട്ടോ. ബോട്ട് സ്റ്റോപ്പ് ചെയ്ത്, അതായത് ഇങ്ങനെ ആങ്കർ ചെയ്ത് എവിടെയോ കടലിൻ്റെ എവിടെയോ നടുവിലാട്ടോ. അവിടെ ഇങ്ങനെ ആങ്കർ ചെയ്തു. ഡീപ് സീ ഒന്നല്ല, ഇതുപോലത്തെ ലഗൂൺ ബീച്ച് തന്നെയാണ്. എന്നിട്ട് അവരിങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുക. എന്നിട്ട് പിന്നെ രണ്ട് വലിയ നീളമുള്ള കമ്പികൾ, രണ്ടാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നോർക്കലിങ്ങിൻ്റെ ആ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്, ഗോഗിൾസും ഇട്ടിട്ടുണ്ട്, ആ ഒരു ഇതും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേര് വെള്ളത്തിലേക്ക് ചാടി ടോർച്ച് അടിച്ച് കുറച്ച് ഒരു വെള്ളത്തിലേക്ക് ചാടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ട് രണ്ടാളെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കമ്പി ഉണ്ട്. ആ രണ്ടാൾ ഓരോ കമ്പിമുള്ള ഓരോ ഫിഷിനെയും കൊണ്ട് വരുന്നത്. നമുക്ക് ശരിക്കും അത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമായിരുന്നു. ഇതെങ്ങനെ പോസിബിൾ ആവണത്? ഇതെങ്ങനെ ഈ ഫിഷിനെ ഇതിലേക്ക് കിട്ടുന്നത്? പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ പണ്ടത്തെ ആളുകളുടെ ഹണ്ടിങ്ങിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഫിഷ് ഇങ്ങനെ പോണ സമയത്ത് ഒരു സ്റ്റിക്ക് ഇങ്ങനെ എറിയും, ബാംബൂ സ്റ്റിക്ക് പോലത്തെ സ്റ്റിക്ക് ഇങ്ങനെ എറിയും, എന്നിട്ട് ഫിഷിനെ പിടിക്കുന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതേ ടെക്നിക്ക് തന്നെ, സെയിം സംഭവം തന്നെ. മെറ്റൽ റോഡാണെന്നേ ഉള്ളൂ, നല്ല ഷാർപ്പായിട്ടുള്ള മെറ്റൽ റോഡ്. അപ്പം നമുക്ക് ഭയങ്കര ഈ ഫിഷിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൗതുകമായി. ഇത് എങ്ങനെ അവർ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് അവരിറങ്ങി ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിഷിനെയും കൊണ്ടുവന്ന്, എങ്ങനെ ഇത്ര ഈസി ആയിട്ട് ഫിഷിനെയും കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഈ ടോർച്ച് അടിക്കുന്ന സമയത്ത്, ഫിഷിൻ്റെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്ന സമയത്ത് അത് അവിടെ തന്നെ നിൽക്കും, അത് അവിടെ നിന്ന് അനങ്ങൂല ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ. ആ സമയത്ത് അതിനെ പോയി എടുത്ത് കൊണ്ടുവരിക. അതും നമ്മളാണെങ്കിൽ ഒരിക്കലും ആ ഫിഷിനെ കൊല്ലൂല, കാരണം അത്രയും ഭംഗിയുണ്ട്. അത്രയും ഭംഗിയുള്ള ഫിഷിനെയാണ് ഓരോ സമയത്ത് ഓരോ ഫിഷിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരെ എടുത്ത് കൊണ്ടുവരുന്ന കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ അവർ ചോദിക്കാൻ തുടങ്ങി, ഇനി ആരാ ഇറങ്ങണേ, ഇനി ആരാ നമ്മളെ കൂടെ വരണേ? നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, ആരെ ഇറങ്ങാൻ? അങ്ങനെ ആസ് യൂഷ്വൽ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് എപ്പോഴും ഫസ്റ്റ് ഇറങ്ങുക റിസ്വാൻക്കാണ്. റിസ്വാൻക്ക് ഇറങ്ങി, എന്നിട്ട് സ്നോർക്കലിങ്ങിൻ്റെ സെറ്റൊക്കെ ഇട്ടിട്ട് ഒരാളെ കൂടെ പോയി. പിന്നെ എനിക്ക് ഒട്ടും റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും നമ്മൾ വീട്ടിൽ പോവല്ലേ, ഇനിയിപ്പോൾ ഒരു ഡ്രസ്സും കൂടെ നനഞ്ഞാൽ എന്താ പ്രശ്നം, വേറെ ഡ്രസ്സ് ഉണ്ടല്ലോ ഇടാലോ. സംഭവം ഈ പെട്ടെന്ന് ഉണങ്ങുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ട് പോവുകയാണെങ്കിൽ അത് നല്ലതാട്ടോ. അപ്പം ഞാൻ ആ ഒരു ഇട്ട ഡ്രസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും ഇറങ്ങി. പക്ഷേ ഞാൻ അന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സാവുമായിരുന്നു. കാരണം നമ്മൾ ഡേ ടൈമിൽ കാണുന്ന ഫിഷുകളെല്ലാം നമ്മൾ നൈറ്റിൽ കാണുന്നത്. നൈറ്റിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ, അതുപോലെ ഈ കടലിൻ്റെ അടിയിൽ പിന്നെ നമുക്ക് സീ കുക്കുംബർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ട്, അതുപോലെ സ്റ്റോൺ ഫിഷ് ഉണ്ട്. അതൊന്നും നമുക്ക് പകൽ കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ എനിക്ക് രാത്രി കാണിച്ചു തന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് വരുന്നില്ലേനു. അവസാനം അയാൾ പറഞ്ഞു സമയമായി, അത്യാവശ്യം ഫിഷൊക്കെ കിട്ടി, നമുക്ക് പോവാന്ന്. ഇതുപോലെ ടോർച്ച് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ ടോർച്ച് അടിച്ചപ്പോൾ ഒരു ഫിഷ് ഇങ്ങനെ അവിടെ നിൽക്കണം, അയാളത് പോയിട്ട് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര അത്ഭുതമാവും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു നൈറ്റ് ഫിഷ് ഹണ്ടിങ്. രാത്രി ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ആക്ടിവിറ്റീസിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരേ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്കൂബ ഡൈവിംഗ് ആയിരുന്നു. സ്കൂബ ഡൈവിംഗ് പെർ പേഴ്സൺ നമുക്ക് വരുന്നത് 3500 ആണ്. അത് നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം, അതായത് നമ്മൾ ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഈ പേയ്മെൻറ്റിലാണെങ്കിൽ അവർ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തു തരും. അതൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും നമ്മളെ ഫോണിലേക്ക്. അതിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ നമ്മൾ ഇതുപോലെ എല്ലാവരും കൂടെ ഒരു ബോട്ടിൽ പോയി, അതിൻ്റെ ഡൈവേഴ്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതിനും ഇതുപോലൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ പോയിട്ട് പിന്നെ അവർ നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരും. ഞാൻ പറഞ്ഞില്ല, ഇതിനൊന്നും സ്വിമ്മിങ് അറിയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് തരും. അതനുസരിച്ചിട്ട് ഇൻസ്ട്രക്ഷൻസ് തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ മൈ ഗോഡ് നമുക്ക് പറ്റുമോ ഇല്ലേ, കാരണം ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോയാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അതിനുള്ള എല്ലാ സൈൻ ലാംഗ്വേജസും നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മൾ ഓക്കെ ആണോ, ഇതാണ് ഓക്കേൻ്റെ സൈൻ, ഇതല്ല ഇതെന്ന് പറഞ്ഞാൽ നേരെ മുകളിലോട്ട് പോകണം എന്നാണ് കേട്ടോ.
അപ്പം ഇതാണ് ഓക്കേൻ്റെ സൈൻ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഓക്കെ ആണോ, ഓക്കെ ആണ്. അപ്പം നമ്മളും പറയണം ഓക്കെ ആണ്. അപ്പം ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ലാസ്റ്റ് എൻ്റെ കൈ ഇങ്ങനെ തന്നെ ആയിപ്പോയി, ഇങ്ങനെ പിടിക്കുമായിരുന്നു ഞാൻ. ഭയങ്കര രസാട്ടോ. നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കുറേ ഡെപ്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ നല്ല സൺലൈറ്റ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രസത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ബ്രീത്തിങ്ങും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നെ പറഞ്ഞുതരും. അവർ നമ്മളെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യും. ഏതായാലും സ്കൂബ ഡൈവിങ് ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. സ്നോർക്കലിംഗ് ഒന്നുമല്ല. സ്നോർക്കലിംഗ് നമ്മൾ ജസ്റ്റ് കാണാന്നേ ഉള്ളൂ. സ്കൂബ ഡൈവിങ് വേറെ തന്നെയാണ്. അപ്പം അത് ഒരിക്കലും മിസ്സാക്കരുത്. അതിനൊരു ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചെറിയ മക്കൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് കൊണ്ടുപോകുന്നതിനും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഗോഗിൾസ് നല്ല ടൈറ്റിലായിട്ട് ഇരിക്കണം. നമ്മളെ കണ്ണും നമ്മളെ മൂക്കും നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യുന്ന ഗോഗിൾസ് വേണം. ഞാൻ 2-3 പ്രാവശ്യം എൻ്റെ ഗോഗിൾസ് നല്ലോണം ടൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വെള്ളം കയറും. പിന്നെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഫേസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ മൂക്കിലേക്ക് പ്രഷറൈസ് ചെയ്ത് കയറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം താഴോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കണം. അപ്പം അതൊരു ചെറിയ ടിപ്പാണ് ഫ്രം മൈ സൈഡ്. ഇനിയിപ്പോൾ ആരെങ്കിലും സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്നെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് താഴോട്ട് കൊണ്ടുപോട്ടെ, ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഓക്കെ ആണ് പറയുകയാണെങ്കിൽ താഴോട്ട് കൊണ്ടുപോകും. താഴോട്ട് കൊണ്ടുപോകും തോറും പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അതിന് എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞുതരും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും, തണുപ്പ് കൂടും. അപ്പം അതൊക്കെ എങ്ങനെയാ കോപ്പപ്പ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞുതരും. അതേസമയം തന്നെ നമ്മൾ താഴോട്ട് പോണ സമയത്ത് വെള്ളത്തിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അപ്പം അത് കാരണം മൂക്കിലേക്ക് വെള്ളം കയറുന്നോന്ന് തോന്നും. അപ്പം അതിന് നമ്മൾ താഴോട്ടൊക്കെ പോകുമ്പോൾ തല ഇങ്ങനെ ആക്കി വെച്ചാൽ റെസിസ്റ്റൻസ് ഇങ്ങോട്ടാ വരിക, ഇങ്ങോട്ട് വരില്ല. അപ്പം സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ അടിപൊളിയാണ്, ഒരു മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ 6 പേരാ ചെയ്തത്. ചെറിയ മോള് ചെയ്തിട്ടില്ല. നമുക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു. അവൾ വിചാരിച്ചെന്ന് വെച്ചാൽ താഴെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റൂലെന്ന്. അപ്പം അതുകൊണ്ട് അവൾ ചെയ്തില്ല. ബാക്കി എല്ലാവരും ചെയ്തു. ഉപ്പക്ക് 60 എബവ് ആണ്. ഉപ്പ ചെയ്തു, ഉമ്മ ചെയ്തു, എല്ലാവരും ചെയ്തു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇനി ലക്ഷദ്വീപിൽ പോകണമെങ്കിൽ വിത്ത് പാക്കേജ് ആണോ വിത്തൗട്ട് പാക്കേജ് ആണോ നല്ലത് എന്നുള്ളത് അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞുതരാം. വിത്ത് പാക്കേജ് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പെർമിറ്റ്, അങ്ങോട്ടേക്കുള്ള പെർമിറ്റ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ പാക്കേജസ്, പിന്നെ നമുക്ക് അക്കോമഡേഷൻ, ഫുഡ്, എല്ലാ കാര്യങ്ങളും അവർ തന്നെ സെറ്റ് ചെയ്യും. മാത്രമല്ല ട്രാവൽസ് ത്രൂ ടിക്കറ്റ്സ് എടുക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ. പക്ഷേ നമ്മൾ വിത്തൗട്ട് പാക്കേജ് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൽസ് ത്രൂ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഓക്കെ. എന്നിട്ട് അവിടുത്തെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്യണം. കാരണം അവിടെ എപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ താമസിച്ച വീടിന് താഴെ 2 റൂമും മുകളിൽ 2 റൂമും ആയിരുന്നു. അപ്പം നമ്മൾ 3 റൂം നമുക്ക് കിട്ടി. ഒരു റൂം വേറെ ഗസ്റ്റിനാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം ഡിമാൻഡാണ് അവിടെ വീടിനും റൂമിനും ഒക്കെ. പിന്നെ ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഹോട്ടൽസൊന്നല്ല. ഭക്ഷണം ഇതുപോലെ നമ്മളെ പാക്കേജ് ആരാണോ ഏറ്റെടുത്ത് അവരേതെങ്കിലും ഒരു വീട്ടുകാരെ ഏൽപ്പിക്കും. ആ വീട്ടുകാർ 3 നേരം നമുക്ക് ഭക്ഷണം കൊണ്ടുതരും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഓരോ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് ഓരോ വീട്ടുകാരുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് വേറെ ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിത്തൗട്ട് പാക്കേജ് പോവുകയാണെങ്കിൽ അവിടെ ആരെങ്കിലും അറിയുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് അക്കോമഡേഷനും ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ പറയാം. പിന്നെ ട്രാവൽസ് ത്രൂ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ആണെങ്കിൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ആരുടെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റി ആണോ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ ഗ്ലാസ് ബോട്ടിങ് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ ബോട്ടിൽ പോകുന്ന ആളുകളെ അവർ കോണ്ടാക്ട് ആക്കി തരും. എന്നിട്ട് നമുക്ക് അങ്ങനെ ഗ്ലാസ് ബോട്ടിങ്ങിന് പോവാം. ആ സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. പിന്നെ വേറെ ചെറിയ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യാനൊന്നുമില്ല അവിടെ. അപ്പം
നമ്മൾ സാധാരണ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടാവില്ലേ, ആഗ്രഹം ഉണ്ടാവില്ലേ. ഷോപ്പിംഗ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ പിന്നെ ഇതുപോലെ നമുക്ക് അവിടുത്തെ സോവിനീഴ്സും കാര്യങ്ങളും അതും തന്നെ കിട്ടാനില്ല. നമ്മൾ പോകുന്ന ദിവസം ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടീനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സോവനീഴ്സ് തരും. പിന്നെ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്നാക്സ് കയ്യിൽ വെച്ചോളി. കാരണം അവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ എല്ലാ സാധനങ്ങൾക്കും കുറച്ച് ഡിമാൻഡാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. കാരണം ഇവിടുന്ന് ഷിപ്പിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഒക്കെ കൊണ്ട് ചെന്നിട്ട് വേണം അവിടെ സാധനങ്ങൾ അവൈലബിൾ ആവാൻ. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഏറ്റവും കൂടുതലുള്ളത് തേങ്ങയാണ്, പിന്നെ തെങ്ങും, അതിൽ അപ്പുറം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ഷിപ്പിലായിട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, മൺസൂൺ സീസണിലൊക്കെ അവർക്ക് എല്ലാത്തിനും ഭയങ്കര ഡിമാൻഡായിരിക്കും. അതായത് വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അവിടുത്തെ സ്നാക്സ് ഒക്കെ ഇങ്ങനെ നമ്മൾ കാറിയ എണ്ണയില്ലേ, വെളിച്ചെണ്ണൻ്റെ ഒക്കെ ഒരു കാറിയ ടേസ്റ്റ് ഇല്ലേ, അതൊക്കെയാണ് അവിടുത്തെ സ്നാക്സിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ, കുട്ടികളൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണത് നല്ലതാണ്, കുറച്ചധികം സ്നാക്സ്. കാരണം നമ്മൾ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ നല്ലതായിട്ട് നമുക്ക് വിശക്കും, നല്ല ടയേർഡാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ കവർ ചെയ്തു എന്നാണ് തോന്നുന്നത്. ഞാനിവിടെ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വിട്ടു പോകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല തോന്നുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പം അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സൂരത്തിലും ജയ്പൂരിലൊക്കെ പോയ കുറേ എക്സ്പീരിയൻസസ് ഉണ്ട് കേട്ടോ ഷെയർ ചെയ്യാൻ. പിന്നെ അതുപോലെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ തന്നെയാണ് ഇപ്പം സൂറത്തിലും ജയ്പൂരിലൊക്കെ പോയപ്പോഴും ഞാൻ തന്നെയാണ് റൂംസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തതും ടിക്കറ്റ്സ് ബുക്ക് ചെയ്തതും. പിന്നെ അതുപോലെ നമ്മൾ ലോഞ്ച് ആക്സസ് എടുക്കുന്നതും. പിന്നെ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഫാമിലി ആയിട്ട് പോയതാണ്, ഞാൻ രണ്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയതായിരുന്നു. ഒറ്റയ്ക്ക് വെച്ചാൽ ഞാനും എൻ്റെ കൂടെ എൻ്റെ 2 പാർട്ട്നേഴ്സ്, നമ്മൾ ഗേൾസ് മാത്രം. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനം നമ്മൾ ക്യാരി ചെയ്തു, ട്രാവലിംഗ് ചെയ്യുമ്പം നമ്മൾ എന്തൊക്കെ കൊണ്ടുപോയി. അപ്പം ഇങ്ങനെ ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ കയ്യിൽ വെക്കേണ്ട പേഴ്സണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കയ്യിൽ വെക്കേണ്ട കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അതുപോലെ ലോഞ്ച് ആക്സസ് എങ്ങനെയാണ് ചെയ്യുക, അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ ജയ്പൂരും അതുപോലെ സൂരത്തിലൊക്കെ പോയ നല്ല അടിപൊളി എക്സ്പീരിയൻസസ് ഉണ്ട്. നമ്മൾ 3 പേരാണ് പോയത്, ഫസ്റ്റ് ടൈമാണ് പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ലക്ഷദ്വീപിൽ പോയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത പോലെ അവിടെയൊക്കെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മൾ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. പിന്നെ അതിൻ്റെ കുറച്ചൊക്കെ അന്ന് ഞാൻ അത്ര വീഡിയോ ഒന്നും എടുക്കാത്തതിനെ കൊണ്ട് വീഡിയോസ് ഒന്നും അധികമില്ല. പക്ഷേ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാം. നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ഇങ്ങനെ ഇതുപോലെ എൻ്റെ കഥ കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 2 പാർട്ട്നേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ ഇപ്പം ഇനി ലക്ഷദ്വീപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകണം, അങ്ങനെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയ ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മൾ കോർഡിനേറ്റർ മുഫാസ് ആയിരുന്നു. കോർഡിനേറ്റർ അടിപൊളിയായിരുന്നു കേട്ടോ, മുഫാസ് അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ മുഫാസിൻ്റെ കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, സംസാരിക്കാം. അവർ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. ഓക്കെ.
So this is Farah signing off. Bye bye. Take care. Assalamu alaikum.